ഹലോ, ഇന്ന് ഞാൻ കുറച്ച് കൊഞ്ച് കിട്ടിയപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ നന്നായിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ തോട് കളയുന്നില്ല, തോടൊന്നും കളയാതെയാണ് ഞാൻ ഇത് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ തോടൊന്നും കളയാതെ എടുക്കുകയാണെങ്കിൽ നമുക്കതങ്ങനെ ഒരുപാടങ്ങ് ചുരുണ്ട് കിട്ടത്തില്ല. കുറച്ച് ആ തോടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടത് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ തലഭാഗവും അതിൻ്റെ ആ ഒരു ഇതെല്ലാം അരികെല്ലാം നന്നായിട്ട് വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ടത് വൃത്തിയാക്കി എടുക്കണം. ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ തലയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഞാനതെല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു മസാല ഇട്ട് എടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ നമ്മളൊന്ന് പുരട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ എപ്പോഴും ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പോൾ കൊഞ്ചായതുകൊണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട. കാരണം ഈ തോടുള്ളത് കൊണ്ട് തോട് വെച്ചിട്ട് നമ്മളതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഞാൻ ആ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ കറിവേപ്പിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും ഈ കൊഞ്ചായതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഒരുപാടങ്ങ് നമ്മളിതാക്കി അങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. കാരണം ഈ തോടും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. താങ്ക് യു.